പിതാവ് പലപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഏരിയയായി പലപ്പോഴും കത്തോലിക്ക സഭ മാറുന്നുണ്ട്. നമുക്കറിയാം, സിനിമകളിലൂടെയും കലകളിലൂടെയും സഭയുടെ കുദാശകൾ, സന്യസ്തർ, വൈദികരൊക്കെ അവഹേളിക്കപ്പെടുന്നു. ഈ ആർക്കും കയറിക്കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാറുകയാണോ കത്തോലിക്ക സഭ? യെസ്, ഇവിടെ പറഞ്ഞത് വളരെ ഒരു വലിയ സത്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായിട്ട് മലയാള സിനിമയെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സംഘടിതമായ ഒരു ക്രൈസ്തവ വിരോധം, അതല്ല എങ്കിൽ ക്രിസ്തീയ ആചാരങ്ങളെ അധിക്ഷേപിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ക്രിസ്തീയതയുടെ ഐഡൻറ്റിറ്റിയായ അവരുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ കൂദാശകളെ ബോധപൂർവ്വം അധിക്ഷേപിക്കുന്ന ശൈലി നമ്മുടെ സിനിമയിൽ കാണാം. പ്രത്യേകിച്ച് നമുക്കറിയാം കുമ്പസാരം എന്ന കൂദാശ. കുമ്പസാരം എന്ന കൂദാശയെ ഒരുപക്ഷെ ഈ സഭയ്ക്ക് വെളിയിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അവർ അതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ അതോ ഈ കൂദാശയിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയുള്ള തീരുമാനത്തോടെയാണോ ഈ അടുത്ത കാലങ്ങളിലായിട്ട്, ഞാനങ്ങനെ സിനിമ എല്ലാം കാണുന്ന ഒരാളല്ല, പക്ഷേ പലപ്പോഴും ഈ കൂദാശകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല സീനുകളും ഞാൻ കാണാനിട വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് കുമ്പസാരക്കൂടിനെയും കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അച്ഛൻ്റെ ചിന്താഗതികളെയും അച്ഛൻ്റെ താല്പര്യങ്ങളെയും ഒക്കെ അങ്ങേയറ്റം അപഹാസ്യമായി ചിത്രീകരിക്കുന്ന, അത് ആ കഥയുമായി ഒരു ബന്ധവും ഇല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്തുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അനേകം സിനിമകൾ ക്രിസ്തീയ പേരുകളോടുകൂടി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലകളെ പേരുകളായി സ്വീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ബോധപൂർവമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിരാസത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത്തരം സിനിമകളുടെ നിർമ്മാതാക്കളെയും അതിൻ്റെ സംവിധായകരെയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കാൻ തക്ക സ്പേസ് സഭയ്ക്കുണ്ട് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.